പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹി മിൻ മാലിഹി നൂദിയ മിൻ അബ്വാബിൽ ജന്ന യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ. അന്ന് നിലവിലുള്ള 2 നാണയം സ്വർണ്ണ നാണയം വെള്ളി നാണയവുമാണ്. ഒന്ന് ദീനാർ സ്വർണ്ണ നാണയം, ദിർഹം വെള്ളി നാണയം. മുത്തനബി പറയുന്നത്, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹി മിൻ മാലിഹി, സ്വന്തം സമ്പത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും അല്ലാഹുവിന് കൊടുത്താൽ, ആരെങ്കിലും അത് ചെയ്താൽ, അല്ലാഹുവിന് വേണ്ടി കൊടുത്താൽ, നൂദിയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ നിന്ന് വെളിവരും, യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ, അല്ലാഹുവിന്റെ ദാസൻ, അല്ലാഹുവിന്റെ ദാസിയെ ഇങ്ങോട്ട് വരൂ, ഇവിടെയാണ് ഖൈർ, എന്റെ വാതിലൂടെ വന്നോളൂ എന്ന സ്വർഗ്ഗത്തിന്റെ വാതിൽ അല്ലാഹുവിന് വേണ്ടി സ്വർണവും വെള്ളിയും കൊടുത്തവരോട് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ലിൽ ജന്നതി 8 അബ്വാബ്, 8 വാതിലുകളുണ്ട് സ്വർഗ്ഗത്തിന്. ഫമൻ കാന മിൻ അഹ്ലി സ്വലാ ദുഇയ മിൻ ബാബി സ്വലാ, നിസ്കാരം എമ്പാടും ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണും. പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോരാന്നത് ഇഷ്ടമല്ല, നിസ്കാരം തന്നെ നിസ്കാരം. അങ്ങനെ എമ്പാടും നിസ്കാരം പ്രത്യേകമായി ഇഷ്ടപ്പെടുന്നവരെ ബാബു സ്വലാ, നിസ്കാരത്തിന്റെ വാതിൽ വിളിച്ചു പറയും, ഇതിലെ വരൂ, ഇതിലെ വരൂ, ഇതിലെ വരൂ എന്ന് വിളിച്ചു പറയും. ഫമൻ കാന മിൻ അഹ്ലി സിയാം ദുഇയ മിൻ ബാബിർ റയ്യാൻ, നോമ്പ് ഇഷ്ടപ്പെടുന്നവരെ കാണും. സുന്നത്ത് നോമ്പ് ഇഷ്ടമായി ചെയ്യുന്നവരെ, ഭാരമായി ചെയ്യുന്നവരല്ലേ, ചിലർക്ക് അതൊരു ഇഷ്ടമായിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ റയ്യാൻ എന്ന വാതിലിലൂടെ മാലാഖമാർ വിളിച്ചു പറയും, ഇതിലെ വരിൻ, ഇതിലെ വരിൻ എന്ന്. ഫമൻ കാന മിൻ ബാബിൽ ജിഹാദ് ദുഇയ മിൻ ബാബിൽ ജിഹാദ് വമൻ കാന മിൻ അഹ്ലി സ്വദഖ ദുഇയ മിൻ ബാബി സ്വദഖ, അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവർക്ക്, ഇറങ്ങി പുറപ്പെടുന്നവരെ ജിഹാദിന്റെ വാതിൽ വിളിച്ചു പറയും, ഇതിലെ വരൂ, ഇതിലെ വരൂ എന്ന്. സ്വതക്ക കൈയഴിഞ്ഞു കൊടുക്കുന്ന ആളുകളെ, അത് ഇഷ്ടത്തോടെ കൊടുക്കുന്നവരെ, വെറുപ്പോടുകൂടി കൊടുക്കല്ല, ചോദിച്ചില്ലേ നീ ഇങ്ങനെ കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെയല്ല, ഇഷ്ടത്തോടുകൂടെ കൊടുക്കുന്നവർ, അവരെ സ്വതക്കയുടെ വാതിലും വിളിച്ചു പറയും, ഇതിലെ വരിൻ, ഇതിലെ വരിൻ എന്ന് പറഞ്ഞപ്പോഴാണ് നന്മകളിലേക്ക് ഓടി വരുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അംബിയാവും സ്വർഗ്ഗത്തിൽ കടന്നാൽ പിന്നെ സ്വർഗ്ഗത്തിൽ കാലുവെക്കുന്ന ഒരു മഹാനുണ്ട്. അത് മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് എന്നവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ബിഅബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ വാപ്പയും ഉമ്മയും അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ, അവര് മരിച്ചാലും അങ്ങ് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും അങ്ങേക്ക് ആയുസ് വേണമെന്നാണ് നബിയെ ഞാൻ ആഗ്രഹിക്കുന്നത്. മാ അലാ അഹദിൻ മിൻ ബഅസിൻ ഇദാ ദുഇയ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ, നബിയെ ഒരാളെ ഒരു വാതിലൂടെ വിളിച്ചാൽ പ്രശ്നമില്ല നബിയെ, ഒരാളെ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും നബിയെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ വാതിലൂടെയും പോകണമെന്നാണ് ആഗ്രഹം. നിസ്കാരം ഇഷ്ടമാണ്, സ്വതക്ക ഇഷ്ടമാണ്, സകാത്ത് ഇഷ്ടമാണ്, നോമ്പ് ഇഷ്ടമാണ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഇഷ്ടപ്പെട്ടാൽ എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുമോ നബിയെ? സിദ്ദീഖ് തങ്ങൾ ചോദിക്കാൻ, എല്ലാ വാതിലൂടെയും പോകണം, അങ്ങനെ ആയിക്കോട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നഅം നഅം വഅർജു അൻ തകൂന മിൻഹും, തീർച്ചയായും തീർച്ചയായും സിദ്ദീഖേ, നിങ്ങൾ അവരിൽ പെടണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ അവരിലുണ്ട്. എല്ലാ വാതിലൂടെയും മാലാഖമാർ വിളിക്കും, ഇതിലെ വരിൻ, ഇതിലെ വരിൻ, ഇതിലെ വരിൻ എന്ന്. മാർക്കറ്റുകളിൽ കച്ചവടക്കാരെ വിളിക്കാറില്ലേ? ഷോപ്പുകളിൽ നിന്ന് കസ്റ്റമേഴ്സിനെ വിളിക്കൂലേ? സ്വർഗത്തിലേക്ക് വിളിക്കും. എല്ലാ കർമ്മങ്ങളും ഇഷ്ടപ്പെട്ടവരെ ഓരോരോ വാതിലൂടെ വിളിക്കുകയായി. അതിലൂടെ എല്ലാറ്റിലും കൂടെ ഒരാളെ വിളിക്കപ്പെടുമോ നബിയെ എന്ന് ചോദിച്ചപ്പോഴാണ് സിദ്ദീഖേ, നിങ്ങളിതിൽപ്പെട്ടവരാണ്. നിങ്ങളെ അല്ലാഹുവിന്റെ മലാഖമാർ 8 വാതിലൂടെ വിളിക്കുക തന്നെ ചെയ്യും. അൻത മിൻഹും, അല്ലാഹു അതിലേതെങ്കിലും ഒരു കവാടത്തിലൂടെ കടന്നു ചെല്ലാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് പറഞ്ഞപ്പോഴാണ് 40,000 ദീനാർ ഇസ്ലാമിന് വേണ്ടി മാറ്റിവെക്കുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിനാണത്? മുസ്ലിമീങ്ങളിൽ പാവപ്പെട്ട ആളുകൾ, അടിമകളായ മുസ്ലിമീങ്ങൾ വളരെ നിഷ്ഠൂരമായി അവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അവരെ മോചിപ്പിക്കാൻ 40,000 40,000 അല്ല
40,000 ദീനാർ മുസ്ലിമീങ്ങളായ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? സ്വർണവും വെള്ളിയും, അതിൽ സ്വർണം കൊടുത്താൽ തന്നെ ധാരാളം. അത് ആരെങ്കിലും കൊടുത്താൽ അവരെ അല്ലാഹുവിന്റെ മലക്കുകൾ വിളിക്കും, യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ. അത് പറഞ്ഞപ്പോഴാണ് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ, അടിമയായിരുന്ന അമ്മാർ എന്നവരെ മോചിപ്പിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാം നബിതങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തുവല്ലോ, ദീനിന് വേണ്ടി കൈയടിഞ്ഞു കൊടുത്തുവല്ലോ. അപ്പോഴാ നബിതങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ ഇന്നലക അലയ്യ യദൻ ലാ യുകാഫിഉഹാ ഇല്ലല്ലാഹ്. സിദ്ദീഖേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സിദ്ദീഖേ, ഇസ്ലാം പ്രബോധനം ചെയ്യാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചയിടം മുതൽ ഈ നാൾ വരേക്കും എന്നെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഞാൻ തിരിച്ചുപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നെ സഹായിച്ചവരെ ഞാൻ തിരിച്ചു സഹായിച്ചിട്ടുണ്ട് സിദ്ദീഖ്. ഒരാളൊഴികെ ആ മനുഷ്യന്റെ സഹായത്തിന് പകരം ലാ യുകാഫിഉഹാ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ പകരം കൊടുക്കാൻ കഴിയില്ല. സിദ്ദീഖേ അത് നിങ്ങൾ എനിക്ക് ചെയ്ത സേവനങ്ങളാണ്, നിങ്ങൾ എന്നോട് ചെയ്ത സഹായമാണ്. എല്ലാവർക്കും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സിദ്ദീഖ്. നിങ്ങൾക്ക് പകരം തിരിച്ചു തരാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ സിദ്ദീഖേ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അത്രക്കങ്ങ് നബിതങ്ങൾക്ക് കൊടുത്തു. അത് മാത്രമോ, ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് വരുമ്പോ അവിശ്വാസികളായ ആളുകൾ മുത്തുനബിയെ കളിയാക്കിയല്ലോ. ഒരു രാത്രിയിൽ നിന്ന് നടക്കുകയോ ഒരു രാത്രിയിൽ യാത്ര പോവുകയോ, മക്കയിൽ നിന്ന് ജെറൂസലേമിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ചിടത്തേക്ക് ആകാശലോകങ്ങളിലൂടെ ഹബീബ് യാത്ര ചെയ്ത മിഅ്റാജ് അവിശ്വാസികൾ കളിയാക്കിയപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ മുത്തുനബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. എന്റെ മുത്തുനബിക്ക് ആകാശ ലോകത്തു നിന്ന് വിവരം വരുന്നുവെന്ന് ഓരോ ദിവസവും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്റെ ഹബീബ് ഇസ്രാഉം മിഅ്റാജും നടത്തിയെങ്കിൽ അന സദ്ദഖ്തുഹു, ഞാനത് വിശ്വസിച്ചിരുന്നു. ഓരോ വാതിലിന്റെയും വീതി വേഗതയുള്ള ഒരു വാഹനത്തിലൊരാൾ സഞ്ചരിച്ചാൽ 40 വർഷം എടുത്ത് യാത്ര ചെയ്യേണ്ട വീതിയുണ്ട് ഓരോ കവാടത്തിനും. അങ്ങനത്തെ 8 കവാടങ്ങളിലൂടെ യാത്ര ചെയ്യണമെന്ന് കൊതിച്ചു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു തആല ആ ഭാഗ്യം നമുക്ക് തരട്ടെ. സ്വർഗമെന്ന് പറയുമ്പോൾ സ്വഹാബത്ത് എഴുന്നേൽക്കുകയായിരുന്നു. ചോദിച്ചോളൂ, ഞാൻ തരാം. എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴാണ് സ്വഹാബി പിന്നെ ആലോചിച്ചിരുന്നില്ല. എന്താ വേണ്ടത് ചോദിച്ചോളൂ, ഞാൻ തരാം. എന്ത് വേണോ ഞാൻ തരാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ തരാം, ചോദിച്ചോളൂ. ഒരു സ്വഹാബിക്ക് പറയാനുള്ളത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഇരിക്കണം നബിയേ. തങ്ങൾ ചോദിച്ചു, അവ ഗൈറ ദാലിക്, വേറെന്തെങ്കിലും വേണോ? വേണ്ട നബിയേ, അത് മാത്രം മതി, അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ. ധാരാളം സുജൂദ് നിർവഹിച്ചിട്ട് നിങ്ങൾ എന്നെ ആ വിഷയത്തിൽ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും റഹ്മാനായ അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമായ സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞത്. അവിടുത്തെ അദിനാ അഹ്ലിൽ ജന്നതി മൻസിലതൻ, സ്വർഗ്ഗത്തിലെ ഏറ്റവും സ്ഥാനം കുറഞ്ഞ ആൾ, സ്വർഗത്തിലെ സ്ഥാനം എത്രയും കുറഞ്ഞ ഒരാളിന്റെ ഉദാഹരണം മുത്തുനബി തങ്ങൾ പറയുന്നത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ആരാണെന്നറിയുമോ? ആഖിറു മൻ യദ്ഖുലുൽ ജന്നഹ്, സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ഒരാൾ സ്വർഗത്തിലേക്ക് നടന്നു പോകുമ്പോ യക്ബൂ മർറതൻ തബാറകല്ലദീ അൻജാനി മിൻക ലഖദ് ആതാനി അല്ലാഹു ശൈഅൻ മാ ആതാഹു അഹദൻ മിനൽ അവ്വലീന വൽ ആഖിരീൻ. അല്ലാഹുവേ നിനക്കാണ് സ്തുതി, എന്റെ മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ നീ നൽകില്ലാത്ത വലിയ ഒരു ഉപകാരം നീ എനിക്ക് ചെയ്തു തന്നു. നിനക്ക് വല്ല നഷ്ടം വരും റബ്ബേ, ഞാനൊരു പാവമല്ലേ, നിനക്ക് തന്നുകൂടെ? അല്ലാഹുവിന്റെ മറുപടി വരുന്നു, ഞാനത് തന്നാൽ നീ ഏറെ ചോദിക്കുമോ, വേറെ ചോദിക്കുമോ? ഇല്ല റബ്ബേ, എനിക്കത് മതി, എനിക്കത് മതി. ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാർ എങ്ങനെയാണെന്നാ, ഒരു വിസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ കോലം മാറും. ജീവിതത്തിലെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. കുറച്ച് മതി എന്ന് പറയും, അത് കിട്ടുമ്പോൾ അതിലേറെ വേണമെന്ന ആഗ്രഹം വരും. അല്ലാഹു തആല ചോദിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാം, വേറെ വല്ലതും ചോദിക്കോ? ഇല്ല റബ്ബേ, വേറെ ഒന്നും ഞാൻ ചോദിക്കൂല, എനിക്ക് അവിടെ എത്തിയാൽ മതി. അല്ലാഹു അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും.
فَتُرْفَعُ لَهُ شَجَرَةٌ عِنْدَ بَابِ الْجَنَّةِ أَحْسَنَ مِنَ الْأَوَّلَيْنِ. ആദ്യത്തെ 2 വൃക്ഷങ്ങളെക്കാളും മനോഹരമായ ഒരു വൃക്ഷം സ്വർഗത്തിന്റെ അരികിൽ അല്ലാഹു അയാൾക്ക് ഉയർത്തി കൊടുക്കും. അയാൾ പറയും, അല്ലാഹുവേ ഞാൻ അതിന്റെ അരികത്തേക്കൊന്ന് പോയിക്കോട്ടെ, ഞാൻ അവിടെ ഒന്ന് വിശ്രമിച്ചോട്ടെ, മറ്റൊന്നും ചോദിക്കില്ല റബ്ബേ, ഞാൻ മറ്റൊന്നും ചോദിക്കില്ല. അല്ലാഹുവിന്റെ ചോദ്യം വരും, യബ്ന ആദം, മനുഷ്യ, അലം തുആഹിദിനി, നീ എന്നോട് വാക്ക് തന്നിട്ടില്ലായിരുന്നോ നീ ഇതല്ലാതെ മറ്റൊന്നും ചോദിക്കില്ലെന്ന്, പിന്നെ എന്തേ നീ ചോദിക്കുന്നത്? അയാൾ പറയും, യ റബ്ബി ഹാദിഹി ലാ അസ്അലുക ഗൈറഹാ, ഇത് തന്നെ മതി റബ്ബേ, ഇനി ഞാൻ നിന്നോടൊന്നും ചോദിക്കില്ല. അവസാനത്തെ ചോദ്യമാണ്, വേറെ ഒന്നും ചോദിക്കില്ല. അല്ലാഹുവിന്റെ മറുപടി വരും, എന്തെങ്കിലും ചോദിക്കോ? ഇല്ല. അവസാനത്തേതാണെന്ന് പറഞ്ഞപ്പോ ഫയുദിനി, അവനാ സ്വർഗത്തിന്റെ അരികത്തുള്ള വൃക്ഷത്തിലേക്ക് അല്ലാഹു അടുപ്പിച്ചു കൊടുക്കും. അവിടെ ചെന്ന് നോക്കുമ്പോൾ സ്വർഗലോകത്തെ ആളുകളുടെ സംസാരം കേൾക്കുന്നുണ്ട്, സ്വർഗലോകത്തെ ആളുകളുടെ ഭാഷ കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ നീ ആ സ്വർഗലോകത്തേക്ക് എത്തിച്ചു തരുമോ? അവിടെ ചില ആളുകളുണ്ടല്ലോ, ഞാൻ അവരുടെ അരികത്ത് പോയിരിക്കട്ടെ. അല്ലാഹുവേ ഞാൻ അവിടെ അങ്ങോട്ട് ചെല്ലട്ടെ. വളരെ മനോഹരമാണ് സ്വർഗത്തിന്റെ ഡിസ്ക്രിപ്ഷൻ, എന്തൊരു മനോഹരമാണ്. അല്ലാഹു തആല ആ മനുഷ്യനത് കൊടുക്കാൻ നിൽക്കുമ്പോ അയാൾ പറയും, അല്ലാഹുവേ അവിടെ എനിക്ക് കയറിയിരിക്കാൻ സ്ഥലമില്ലെന്ന് തോന്നുന്നുവല്ലോ റബ്ബേ, അവിടെ എനിക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടോ? അല്ലാഹുവിന്റെ മറുപടി വരും, യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, മാ യുസ്രിനു, ഓ എന്റെ ദാസനെ, നീ ജീവിച്ചു പോയ ലോകവും അതിന് തുല്യമായ ഒരു ലോകവും ഞാൻ ഇവിടെ തന്നാൽ നിനക്ക് ഇഷ്ടമാകുമോ? ഇയാള് ചോദിക്കാൻ, അതസ്തഹ്സിഉ ബി വഅൻത റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, സ്വർഗത്തിൽ കയറിയിരിക്കാൻ ഒരു ഇടം വേണമെന്ന് പറഞ്ഞപ്പോ നീ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ ജീവിച്ചു പോകുന്ന ലോകവും അതിന്റെ ഇരട്ടിയുമാണ്. നീ എന്നെ കളിയാക്കുകയാണോ അല്ലാഹുവേ? നീ വലിയവനല്ലേ, നീ എന്നെ കളിയാക്കുകയാണോ? ഈ ഹദീസ് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിച്ചു. ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ ഞാൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന്. അവർ ചോദിച്ചു, മിമ്മ തൽഹഖു യാ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് എന്നവരെ എന്താ നിങ്ങൾ ചിരിക്കാൻ കാരണം? അവർ പറഞ്ഞു, മിൻ ലഹഖി റസൂലില്ലാഹ്, ഈ ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ എത്തിയപ്പോൾ ചിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു, നബിയെ എന്താ അങ്ങ് ചിരിക്കാൻ കാരണമെന്ന്? തങ്ങൾ പറഞ്ഞു, മിൻ ലഹഖി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു ചിരിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ ചോദിച്ചപ്പോ, അതസ്തഹ്സിഉ ബി, നീ എന്നെ കളിയാക്കുകയാണോ അല്ലാഹുവേ, നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു ചിരിച്ചിട്ടുണ്ട്. ആ ചിരി കണ്ടപ്പോ നബിതങ്ങൾ ചിരിച്ചിട്ടുണ്ട്. നബിതങ്ങൾ ചിരിച്ചതുകൊണ്ട് ഞാനും ചിരിക്കുകയാണെന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മറുപടി വന്നു, അതർലാ അൻ യകൂന ലക മിസ്ല മുൽകി മലികിൻ മിൻ മുലൂകി ദുനിയാ, ഈ ലോകത്തെ രാജാക്കന്മാരിൽ ഒരു രാജാവിന്റെ അധികാരം എത്രയുണ്ടോ അത്ര ഞാൻ തരാൻ നിനക്ക് അല്ലാഹുവേ അത്രക്കോ നിനക്കിതാ ഭൂമി ലോകത്തെ രാജാധികാരിക്കുണ്ടായിരുന്ന അധികാര പരിധിയുടെ ഇരട്ടി, അതിന്റെ ഇരട്ടി മൂന്നാമത്തെ തവണ കൂടെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, റളീതു റബ്ബി, എനിക്ക് മതി റബ്ബേ, പൊരുത്തമായി, മതി റബ്ബേ, എനിക്ക് പൊരുത്തമായി. അല്ലാഹുവിന്റെ മറുപടി വന്നു, ആദാലക വഅശ്റതു അംസാലി, നിനക്ക് ഇതും ഇതിന്റെ 10 ഇരട്ടിയും ഞാൻ തന്നിരിക്കുന്നു. വലക മസ്തഹത് നഫ്സുക വലദത ഐനുക, നിങ്ങളുടെ ശരീരത്തിന് എന്തെല്ലാം ആഗ്രഹമുണ്ടോ അതും, നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെല്ലാം മനോഹാരിതയുള്ളതായി തോന്നുന്നുണ്ടോ അതും ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നു. മതി റബ്ബേ, മതി, എനിക്ക് തൃപ്തിയായെന്ന് ആ അടിമ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിതെന്നറിയുമോ? അദ്നാ അഹ്ലിൽ ജന്നതി മൻസില, സ്വർഗത്തിലെ ഏറ്റവും the least rewarded, സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം കിട്ടുന്ന ആൾ ഇങ്ങനെയാണ്. ഈ ലോകത്തിന്റെ 10 ഇരട്ടി അധികാരം അല്ലാഹു നൽകുന്ന, അത്രയും അധികാര സ്ഥലം നൽകപ്പെടുന്ന ഒരാൾ, ഈ ലോകത്തിന്റെ 10 ഇരട്ടി. എന്താ വേണ്ടത്? സ്വർഗത്തിലേക്ക് അവസാനമായി കടക്കുന്ന ഒരാൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം ഇതാണ്.
പിന്നെ അള്ളാഹുവിന്റെ മുഖറബീങ്ങൾ, അംബിയ, ഔലിയ, അവർക്കൊക്കെ കിട്ടുന്ന സ്ഥാനം എത്രയായിരിക്കും? നമ്മളൊരു 5 സെന്റ് 10 സെന്റിന് വേണ്ടി ഉമ്മയും വാപ്പയോട് തെറ്റുന്നത് അല്ലേ? എനിക്ക് ഉമ്മ തന്നില്ല, വാപ്പ തന്നില്ല എന്ന് പറഞ്ഞ് പരാതിക്ക് മേൽ പരാതിയും കേസിന് മേൽ കേസും കൊടുത്ത് ഈ ലോകത്തെ നമ്മൾക്ക് ലഭിക്കാവുന്ന സ്വർഗലോകത്തിന്റെ സർവമാന ഗുണങ്ങളും നമ്മൾ നശിപ്പിച്ചു കളയുന്ന 5 സെന്റ് 10 സെന്റ് ഭൂമിക്കാണ്. ആ ഭൂമിയുടെ ആധാരവും വാങ്ങിച്ചു വരുമ്പോ ഒരു വണ്ടി ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചുപോയാൽ എന്ത് കിട്ടി? അവിടെയില്ല, ഇവിടെയില്ല. സ്വർഗലോകം ഭയങ്കരമാണ്. അത് അധ്വാനിക്കുന്നവർക്കുള്ളതാണ്, ഈമാൻ കൽബിലുള്ളവർക്കുള്ളതാണ്. അള്ളാഹു നമുക്കത് നൽകട്ടെ. ഇമാം തുർമുദിയും തബറാനിയും ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, ഇന്ന അദ്നാ അഹ്ലിൽ ജന്നതി മൻസിലതൻ, സ്വർഗലോകത്തെ ഏറ്റവും ചെറിയ സ്ഥാനമുള്ള ഒരാൾ, ലമൻ, ഒരാളാണ്, യസീറു ഫീ മുൽകിഹി വസുറുരി അൽഫ സന, 1000 വർഷം തന്റെ അധികാര സ്ഥലത്തുകൂടെ അയാൾക്ക് സഞ്ചരിക്കേണ്ടി വരും. അതിവേഗതയുള്ള ഒരു വാഹനത്തിന്മേൽ 1000 വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന അത്രയും ദൂരം സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനമുള്ള ഒരാൾക്ക് അള്ളാഹു നൽകുന്നുണ്ട്. അപ്പൊ ആരാണ് ഏറ്റവും ഉന്നത സ്ഥാനമുള്ളവർ? വഅർഫഉഹും, സ്വർഗത്തിലെ ഏറ്റവും സ്ഥാനമുള്ളവർ, യൻദുറു ഇലാ റബ്ബിഹി ബിൽ ഗദാതി വൽ അശി, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ കാണാൻ ഭാഗ്യമുള്ളവരാണ്, റബ്ബിനെ നോക്കാൻ ഭാഗ്യമുള്ളവരാണ് സ്വർഗത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ. അള്ളാഹു നമുക്കത് തരട്ടെ. അധികാര മണ്ഡലത്തിന്റെ വലുപ്പമല്ല, അധികാരം നൽകുന്ന അള്ളാഹുവിനെ 2 തവണ ഒരു ദിവസം കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നവർ, അർഫഉഹും, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതന്മാരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുത്ലി കി തറാ ഹർ നസർ സേ മസ്തൂർ ഹേ തൂ, पुतली की तरह हर नजर से मस्तूर है तू, आंखें जिसे ढूंढती हैं वो राज है तू. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നെയാണ് കാണേണ്ടത്. ഞങ്ങളുടെ കണ്ണുകൾക്ക് ഇവിടെ ഗോചരീഭവിക്കാത്തവൻ, സീനാ മലയുടെ മുകളിലേക്ക് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോ നീ സംസാരിച്ച നിന്റെ കലീം മൂസ നബി അലൈഹിസ്സലാം, റബ്ബി അരിനി അൻദുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ എനിക്ക് നീ ഒന്ന് കാണിച്ചു തരുമോ, ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ, ലൻ തറാനി, എന്നെ കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല മൂസ നബിയെ എന്ന് ഏതൊരു നബിയോട് നീ പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, അംബിയാഇനെ അടക്കം നബിയെ അടക്കം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സർവ്വവിശ്വാസികൾക്കും നീ നിന്റെ ഹിജാബ്, നിന്റെ നൂറാനിയത്തിന്റെ ഹിജാബിന്റെ മറനീക്കി നീ നിന്നെ കാണിച്ചു കൊടുക്കുന്ന ജന്നത്തുൽ ഫിർദൗസിലേക്ക്, ജന്നത്തു അദ്നിലേക്ക്, ഇല്ലിയീനിലേക്ക് കടക്കാനുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണമേ, ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് കൊടുക്കണമേ, ദീനിനെ ദഅവത്ത് ചെയ്യുന്ന ആലിമീങ്ങൾക്ക് കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കണമേ. ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്, വല്യമ്മമാർ, പരിസര മഹല്ലുകളിൽ കിടക്കുന്നവർ. അല്ലാഹുവേ, അവരൊക്കെയും നിന്റെ ഈ സ്വർഗ്ഗലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടി തരണമേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അലൽ ഇത്ലാഖ്, സംശയലേശമന്യേ ആദ്യം സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നത് ആരാണ്? മദീനയിലെ രാജകുമാരനാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണെന്നറിയുമോ? നബി തങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസം ആരാണ് അനുഭവിച്ചിട്ടുള്ളത്? തങ്ങൾ അനുഭവിച്ച പ്രയാസം ആരാ അനുഭവിച്ചത്? ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ, പ്രവാചകന്മാരിൽ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ സ്ഥാനം കൂടുന്ന ആളുകൾക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അംബിയാഇന്റെ രാജപദം അലങ്കരിക്കുന്നത് ആരാണ്? മുത്തുനബിയല്ലേ, അഷ്റഫുൽ ഖൽഖല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് അനുഭവിച്ചതുപോലെയുള്ള പ്രയാസം ആരാണ് അനുഭവിക്കുന്നത്? എന്തൊക്കെ പ്രയാസങ്ങൾ വന്നു? മാരണം ചെയ്യുന്നവനെ എന്ന് വിളിച്ചു, ജോത്സനെ എന്ന് വിളിച്ചു, ഹബീബിനെ കവിയെ എന്ന് വിളിച്ചു ആരോപിച്ചു. വിശുദ്ധ ഖുർആനുമായി വന്നപ്പോ കെട്ടുകഥകളാണെന്ന് പറഞ്ഞില്ലേ? 23 കൊല്ലക്കാലത്തിനിടക്ക് ചെറുതും വലുതുമായ എത്ര യുദ്ധങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ നേരിടേണ്ടി വന്നു. എന്നിട്ടും അള്ളാഹുവിന്റെ മറുപടി വന്നത് വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ, നബിയേ അങ്ങേക്ക് സന്തോഷം വരുന്നത് വരെ അള്ളാഹു നിങ്ങൾക്ക് തരും നബിയേ. വലസൗഫ യുഅ്തീക റബ്ബുക, അള്ളാഹു നിങ്ങൾക്ക് തരും നബിയേ. ഫതർളാ, അങ്ങ് തൃപ്തിപ്പെടും, അത്രക്ക് അള്ളാഹു അങ്ങേക്ക് തരാൻ പോകുന്നു.
എന്തുകൊണ്ട് തരില്ല? ആ നബിയല്ലേ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടത്? ആ നബിയല്ലേ അള്ളാഹുവിന് വേണ്ടി സുജൂദിൽ വീണത്? കഅബാലയത്തിന്റെ മുമ്പിൽ സുജൂദിൽ വീണപ്പോഴല്ലേ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ ഒട്ടകത്തിന്റെ ചോരയുള്ള ഇറച്ചിയല്ല ഹബീബിന്റെ തലയിൽ കൊണ്ടുപോയി വെച്ചത്, ഒട്ടകത്തിന്റെ വിസർജ്യമാണ്. ഒട്ടകത്തിന്റെ കുടൽമാലകൾ, ചീഞ്ഞു നാറുന്ന കുടൽമാലകളാണ്, ചോരയുള്ള ഇറച്ചിയായിരുന്നില്ല. ഒരു ഒട്ടകത്തിന്റെ വിസർജ്യം കിടക്കുന്ന ബ്ലാഡറുകളാണ് ഹബീബിന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയത്. അപ്പോഴും സുജൂദിൽ കടന്ന് ഹബീബ് പറഞ്ഞിരുന്നത് സുബ്ഹാന റബ്ബിയൽ അലാ, സുബ്ഹാന റബ്ബിയൽ അലാ, സുബ്ഹാന റബ്ബിയൽ അലാ. സുജൂദിന് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ഒരൊട്ടകത്തിന്റെ വിസർജ്യമൊക്കെ എത്ര കാണും? സുജൂദിന് തല പൊക്കാൻ കഴിയാത്ത വിധം ഹബീബിന്റെ തല മണ്ണിലേക്ക് ചാഞ്ഞു കിടക്കുമ്പോഴാണ് ഓടി വരുന്നുണ്ട് ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ആ കുടൽമാലകൾ എടുത്തു മാറ്റി ഉപ്പയുടെ തലയിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പയെ ഉപദ്രവിച്ച ആളുകളോട് എന്തൊക്കെയോ പെറുപുറത്ത് പറഞ്ഞു, ഉപ്പാ ഇത്രക്ക് കഷ്ടപ്പാട് വേണോ? അള്ളാഹു നിങ്ങളോടൊപ്പം ഇല്ല ഉപ്പാ, എന്തിനുപ്പാ അങ്ങ് വിഷമിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഹബീബ് 23 കൊല്ലങ്ങൾക്കപ്പുറത്തേക്ക് നോക്കുന്നത്. വല്ലാഹ് ഫാത്തിമ ലയുതമ്മന്നല്ലാഹു ഹാദദ്ദീൻ, ലയുതമ്മന്നല്ലാഹു ഹാദദ്ദീൻ, ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദ്റമൗത്ത് ലാ യഖാഫു അഹദൻ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിക്കാത്ത വിധം നമ്മുടെ നാടിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ അല്ലാഹു ഇസ്ലാമിനെ പൂർത്തിയാക്കും. ഫാത്തിമ നിങ്ങൾ വിഷമിക്കാതിരിക്കൂ എന്ന് അല്ലാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചിരുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബല്ലയോ? ആദ്യം സ്വർഗ്ഗത്തിൽ കടക്കാൻ അർഹതപ്പെട്ടത് നബി തങ്ങൾ തന്നെയല്ലേ? അവ്വലുമൻ യദ്ഖുലുൽ ജന്നത അന, ഞാനാണ് ആദ്യമായി സ്വർഗ്ഗത്തിൽ കടക്കുന്നതെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സമുദായങ്ങളിൽ ഉമ്മത്തുകളിൽ ആദ്യം കടക്കുന്നത് ഹബീബിന്റെ ഉമ്മത്തികളാണല്ലോ. നഹ്നുൽ ആഖിറൂന സാബിഖൂൻ, കാലങ്ങളിൽ ഒരുപാട് പിറകെ വന്നവർ, എന്നാൽ സ്വർഗ്ഗലോകത്ത് ആദ്യം കടന്നു പോകുന്നവർ. സമുദായങ്ങളിൽ അവസാനം വന്നവർ, സ്വർഗ്ഗത്തിലേക്ക് ആദ്യം പോകുന്നവര് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പോകുന്നു. ആദ്യം കടക്കുന്ന അംബിയാ ആണ്. അംബിയാക്കളിൽ ആദ്യം കടക്കുന്നത് മുത്തു റസൂലുള്ളാഹ്. അത് കഴിഞ്ഞാൽ കടക്കുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാവരും മനോഹരമായി വളരെ സുന്ദരന്മാരായി സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന ഒരു ചിത്രം ഹബീബ് പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ അക്മലി സൂറത്തിൻ വഅജ്മലിഹാ അലാ സൂറത്തി അബീഹിം ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമിന്റെ എത്രയും മനോഹരമായ ആ രൂപത്തിൽ ആദം നബിയെ അല്ലാഹു റബ്ബിന്റെ തിരുകരങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അത്രക്ക് ജമാലിയത്തും കമാലിയത്തും നൽകി അല്ലാഹു പരിപൂർണതയും ഭംഗിയും കൊടുത്ത് പടച്ചവരാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം. നമ്മുടെ വാപ്പയെ പോലെയാണ്. സ്വർഗ്ഗലോകത്തേക്ക് കടക്കുമ്പോൾ പുരുഷന്മാരുടെ രൂപമെന്ന് പരിശുദ്ധ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണെന്നറിയുമോ? 60 ദിറാഅൻ ഫിസ്സമാ, 60 മുഴം നീളമുള്ളവരായി ആദം നബി അലൈഹിസ്സലാം അങ്ങനെയായിരുന്നു. 60 മുഴം നീളമുള്ളവരായി, സുമുഖന്മാരായി, ഏറ്റവും മനോഹാരിതയുള്ളവരായി, ഹൃദയങ്ങൾ ശുദ്ധമുള്ളവരായി. ഖൽബ് ശുദ്ധിയുള്ളതാണ്. ഹൃദയത്തിൽ മോശപ്പെട്ട ചിന്തകളില്ല, വൈരാഗ്യമില്ല, പകപോക്കലില്ല, ആരോടും വിദ്വേഷമില്ലാത്ത ശുദ്ധമായ ഖൽബ്, മനോഹരമായ ശരീരപ്രകൃതി. ദുനിയാവിൽ ഭംഗിയില്ലാത്തവർ, നിറമില്ലാത്തവർക്കൊക്കെ ഇവിടെ നിറമുണ്ട്, ഭംഗിയുണ്ട്, സൗന്ദര്യമുണ്ട്. ആകാശലോകത്തേക്ക് ഈസാ നബിയെ കൊണ്ടുപോകുമ്പോൾ എത്രയായിരുന്നോ വയസ്സ്, ആ വയസ്സാണ് സ്വർഗവാസിയുടേതെന്നും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 33 വയസ്സുള്ളവരായി സ്വർഗലോകത്തേക്ക് കടക്കുന്നു. അല്ലാഹുവേ ഞങ്ങൾക്കതിന് തൗഫീഖ് തരണമേ. കണ്ണ് ചിമ്മിയാൽ ആരംഭിക്കുന്ന ലോകത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദർ, 14 രാവിലെ ചന്ദ്രനെ പോലെ ശോഭയുള്ളവരായി. അലാ അശദ്ദി കൗകബിൻ ദുർരിയിൻ ഫിസ് സമാഇ ഇളാഅ, വളരെ മനോഹരമായ വെളിച്ചമുള്ളവരായി. ലാ യബൂലൂൻ, അവിടെ സ്വർഗവാസികൾ മലമൂത്ര വിസർജനം ചെയ്യുകയില്ല. വലാ യതഗവ്വതൂൻ, അങ്ങനെയാണ്.
പാനീയമുണ്ട്, ഭക്ഷണമുണ്ട്, പക്ഷേ മൂത്രമൊഴിക്കേണ്ടി വരില്ല, ടോയ്ലറ്റിൽ പോവേണ്ടി വരില്ല. വലാ യതമഖ്ഖതൂൻ, കാർക്കിച്ചു തുപ്പേണ്ടി വരില്ല. വലാ യത്ഫിലൂന, അവരവിടെ തുപ്പുകയും ചെയ്യില്ല, കഫൻ തുപ്പുന്ന അവസ്ഥ വരില്ല, തുപ്പലുമില്ല. വലാ യനാമൂൻ, സ്വർഗ്ഗവാസികൾ ഉറങ്ങുകയുമില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ നബിയെ ഉറങ്ങാത്തത്? അന്നൗമു അഖുൽ മൗത്ത്, സ്വർഗ്ഗത്തിൽ മരണമില്ലല്ലോ. ഉറക്കമെന്ന് പറയുന്നത് മരണത്തിന്റെ സഹോദരനാണ്, മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം. അതുകൊണ്ട് സ്വർഗ്ഗലോകത്തിൽ ഉറക്കവുമില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങനെ പറഞ്ഞപ്പോഴാ ഒരു യുക്തിവാദി ഇമാം സുഹരിയോട് ചോദിച്ചത്, അല്ലാമാ സുഹരി, സ്വർഗത്തെ പറ്റി പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, പക്ഷേ അവിടെ ടോയ്ലറ്റിൽ പോവില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കത് ബോധ്യപ്പെടുന്നില്ല. ഒരു യുക്തിവാദി ചോദിച്ചത് ഒക്കെ മനസ്സിലായി, പക്ഷെ ഇതെനിക്ക് മനസ്സിലാവണില്ലല്ലോ. ഭക്ഷണം കഴിക്കുന്നുണ്ട്, സ്വർഗത്തിൽ പാനീയമുണ്ടെന്ന് പറഞ്ഞു, ലഹരിയില്ലാത്ത മദ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ وفاكهة مما يتخيرون ولحم طير مما يشتهون. പഴവർഗ്ഗങ്ങളുണ്ട്, മാംസമുണ്ട്, പക്ഷികളുണ്ട്, എല്ലാമുണ്ട്. എന്തേ ടോയ്ലറ്റിൽ പോവാത്തത്? ഇത് പറഞ്ഞപ്പോ അല്ലാമ സുഹരി തങ്ങൾ ചോദിച്ചു, യുക്തിവാദി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞ്, നിങ്ങളൊക്കെ അങ്ങനൊരു കുഞ്ഞായിരുന്നല്ലോ, അതെ, ആ കുഞ്ഞ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെ മനസ്സിലായി? കുഞ്ഞ് വളരുന്നുണ്ട്, കുഞ്ഞ് വളരുന്നുണ്ട്. കേവലം ഏകകോശത്തിൽ നിന്ന് തുടങ്ങി സൈഗോട്ടായി മാറിയിട്ട് ബില്യൺ കണക്കിന് കോശങ്ങളുള്ള കുഞ്ഞായി 10 മാസം 60 മാസം തികയുമ്പോഴേക്കും ഭൂമിയിലേക്ക് വരുന്ന ആ കുഞ്ഞ് വളരുന്നുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നിരിക്കെ തന്നെ കുഞ്ഞിന് പോഷണം നൽകപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, പൊക്കൽ കുടിയിലൂടെയാണെന്ന് മാത്രം. എന്നാൽ പ്രസവത്തിന്റെ ഡേറ്റ് ആകുന്നത് വരെ ഒരു കുഞ്ഞും മൂത്രമൊഴിക്കുന്നില്ലല്ലോ, ഉമ്മയുടെ ഗർഭാശയത്തിൽ വിസർജ്യം നടത്തുന്നില്ലല്ലോ. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? നീ അത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് കേട്ടില്ലല്ലോ. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിന്റെ ശരീരത്തിന് ആവശ്യമായ കൃത്യമായ ഭക്ഷണവും ന്യൂട്രീഷനും ആ കുഞ്ഞ് സ്വീകരിച്ച് വേസ്റ്റ് വരാതിരിക്കുമ്പോ കുഞ്ഞ് മൂത്രമൊഴിക്കുന്നില്ല, കുഞ്ഞിന് ടോയ്ലറ്റിൽ പോവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വിസർജിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ദുനിയാവിൽ നിന്റെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് ഭക്ഷണം തരാൻ കഴിഞ്ഞ അല്ലാഹുവിന് അവന്റെ സ്വർഗ്ഗലോകത്ത് മുഅ്മിനീങ്ങൾക്ക് ലാ യബൂലൂന വലാ യതഗവ്വതൂൻ എന്ന് പറയുമ്പോ എന്തിന് നീ അവിശ്വസിക്കണം? നല്ലൊരു മറുപടിയാ കൊടുത്തത് മാമുനാ സുഹരി തങ്ങൾ. അല്ലാഹു നമുക്ക് ആ സ്വർഗ്ഗലോകമെത്താൻ തൗഫീഖ് തരട്ടെ. അഖ്ലാഖുഹും അലാ ഖുലുഖി റജുലിൻ വാഹിദ്, എല്ലാവർക്കും ഒരേ സ്വഭാവം. يدخلونها جردا مردا بيضا جعدا مكحلين أبناء 33. സ്വർഗ്ഗത്തിലേക്ക് കടക്കുമ്പോൾ ജുർദൻ മുർദ, സുമുഖന്മാരാണ്, താടി രോമങ്ങളില്ലാത്തവരാണ്, മീശയുടെ രോമമില്ലാത്തവരാണ്. സ്വർഗ്ഗത്ത് അങ്ങനെയാണ്. ബാബുഷാബ് പോണ്ടി വരില്ല എന്നർത്ഥം. ജുർദൻ മുർദൻ ബീദൻ ജഅദൻ മുകഹ്ഹലീൻ, വെളുത്ത ശരീര നിറമുള്ളവരാണ് സ്വർഗ്ഗവാസികൾ. മുകഹ്ഹലീന, കണ്ണുകളിൽ സുറുമ എഴുതപ്പെട്ടവരാണ്. അബ്നാഉ 33, 33 വയസ്സ് പ്രായമുള്ളവരാണ്. സ്വർഗ്ഗവാസികളുടെ പ്രായമാണ് 33. അല്ലാഹു നമുക്ക് അങ്ങോട്ട് എത്താൻ തൗഫീഖ് തരട്ടെ. ആമീൻ. സൂറത്ത് സുമറിലല്ലേ അല്ലാഹു പറയുന്നത്, എന്തൊരു മനോഹരമാണ്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ സംഘം സംഘമായി സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും ഹത്താ ഇദാ ജാഊഹാ, ആ സ്വർഗ്ഗത്തിലേക്ക് അവർ വന്നെടുത്തു കഴിഞ്ഞാൽ വഫുതിഹത് അബ്വാബുഹാ, സ്വർഗ്ഗത്തിലെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്താൽ വഫുതിഹത് അബ്വാബുഹാ وقال لهم خزنتها, ആ
അലം വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. മാലാഖമാർ പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. മാലാഖമാർ സലാം പറയും, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾ നല്ലവരായിരുന്നുവല്ലോ, മനസ്സ് ശുദ്ധിയുള്ളവരാണല്ലോ, നിങ്ങൾ ഫിത്നയോ ഫസാദോ ഉണ്ടാക്കിയവരല്ലല്ലോ, തുബ്തും ത്വയ്യിബീങ്ങളായിരുന്നുവല്ലോ, ഫദ്ഖുലൂഹാ ഖാലിദീൻ, എന്നേക്കും കടക്കുന്നവരായി സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അല്ലാഹു അവരോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. അവര് വരുമ്പോ സ്വർഗത്തിന്റെ വാതിൽ മലക്കുകൾ തുറന്നു കൊടുക്കുകയാണ്. വരുമ്പോ തുറന്നു കൊടുക്കുക, ആ സൽക്കാരമാണ്, സ്വീകരണമാണത്. നരകവാസികളെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു വഫുതിഹത് അബ്വാബുഹാ എന്നതിന് പകരം ഫുതിഹത് അബ്വാബുഹാ എന്നാണ്. സ്വർഗവാസികളെ പറഞ്ഞപ്പോ അവര് സ്വർഗത്തിലേക്ക് വരുമ്പോൾ സ്വർഗവാതിലുകൾ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. സ്വർഗവാസികൾ വരുമ്പോഴേക്കും വാതിൽ തുറന്നു കിടക്കുകയാണ്, വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നരകക്കാരെ പറഞ്ഞത് അങ്ങനെയല്ല, നരകത്തിലേക്ക് കൊണ്ടുവന്നാൽ അന്നേരം നരകത്തിന്റെ വാതിൽ തുറക്കുകയായി. സൂറത്ത് സുമറിലെ ഈ ആയത്തിന്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് 71-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസീഖ الذين كفروا الى جهنم زمرا. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ, ബഹുദൈവ ആരാധന നടത്തിയവര്, യുക്തിവാദികളായി ജീവിച്ചവര്, ബുദ്ധിജീവികളാണെന്ന് പറഞ്ഞ് അള്ളാഹുവിൽ വിശ്വസിക്കാതെ ജീവിച്ചവർ, അവരെ മുഴുവനും നരകത്തിലേക്ക് സംഘമായി കൊണ്ടുവരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. അവര് വന്നാൽ നരകത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും. എന്നിട്ട് മലക്കുകൾ പറയും, അലം യഅതികും റസൂലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ. ഈ ദിവസം നിങ്ങൾക്ക് വരാനുണ്ടെന്ന് താക്കീത് ചെയ്യാൻ അള്ളാഹുവിന്റെ മാലാഖമാർ നിങ്ങളുടെ മുമ്പിൽ വന്ന്, അള്ളാഹുവിന്റെ ദൂതന്മാർ, പ്രവാചകന്മാർ, പണ്ഡിതന്മാർ, വാദ് പറയുന്ന ആളുകൾ, ഉപദേശം തരുന്ന ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും. ഖാലൂ ബലാ. അവർ പറയും ശരിയാണ്, അങ്ങനെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ. അവിശ്വാസം തിരഞ്ഞെടുത്തതിന്റെ പേരിൽ അല്ലാഹു അവർക്ക് നരകശിക്ഷയാ നൽകുന്നത്. ഇവിടെ നരകവാസികൾ വരുമ്പോൾ ഫുതിഹത് അബ്വാബുഹാ, വാതിൽ അപ്പോഴാ തുറന്നു കൊടുക്കുന്നത്. സ്വർഗവാസികളെ പറ്റി പറഞ്ഞപ്പോ വഫുതിഹത് അബ്വാബുഹാ, ഒരു വാവ് ഏറെയുണ്ട്, ശ്രദ്ധിച്ചു നോക്കൂ. നരകവാസികളെ പറ്റി പറഞ്ഞത് എങ്ങനെയാണ്? ഒന്നുകൂടെ, വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ. ഇനി സ്വർഗ്ഗക്കാരെ പറ്റി പറയുന്നു, നോക്കണം. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ حتى إذا جاءوها وفتحت أبوابها. وفتحت, നരകക്കാരെ പറ്റി പറയുമ്പോ ഫുതിഹത്, നരകത്തിന്റെ മുമ്പിൽ വന്ന് തുറന്നു കൊടുക്കുകയാണ്. സ്വർഗവാസികൾ അവര് വരുന്നതിന്റെ മുമ്പേ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട അവസ്ഥയിലാണ്. വാതിൽ ആദ്യമേ തുറന്നു വെച്ചിട്ടുണ്ട്, വരാൻ കാത്തിരിക്കുകയാണ്. സ്വർഗവാസികളെ സ്വീകരിക്കാൻ സ്വർഗം ഒരുങ്ങി നിൽക്കുന്നുവെന്നാണ് ഇതിന്റെ അർത്ഥം. വഖാല ലഹും ഖസനതുഹാ, മലാക്കമാർ പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ, ഇവിടെ സമാധാനമാണ്. തിബ്തും, നിങ്ങൾ നല്ലവരായിരുന്നുവല്ലോ. ഫദ്ഖുലൂഹാ ഖാലിദീൻ, ഇനി ഇവിടെ നിന്ന് പേടിക്കേണ്ടതില്ല, ഇവിടെ സമാധാനമാണ്, എന്നേക്കുമായി കയറിക്കോളൂ ഇങ്ങോട്ട് എന്ന് പറയുമ്പോ വഖാലൂ, സ്വർഗവാസികൾ പറയും, ആദ്യം പറയുന്ന വാക്കെന്താണ്? അൽഹംദുലില്ലാഹ്, റബ്ബേ നിനക്ക് സ്തുതി. അല്ലദീ സ്വദഖനാ വഅദഹ്, അങ്ങനെ സ്വർഗമുണ്ടെന്ന് അല്ലാഹുവേ ഞങ്ങളോട് പറയപ്പെട്ടിരുന്നു, നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ, അത് നീ പൂർത്തീകരിച്ചുവല്ലോ, നിന്റെ കരാറ് നീ പൂർത്തീകരിച്ചു.
وأورثنا الأرض نتبوأ من الجنة حيث نشاء. ഞങ്ങൾക്ക് സ്വർഗ്ഗം തന്ന അല്ലാഹുവേ നിനക്കാണ് സ്തുതി റബ്ബേ. فنعم أجر العاملين. അധ്വാനിക്കുന്നവർക്ക് നീ കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ്. ഒരുപാട് അധ്വാനിച്ചുവല്ലോ റബ്ബേ, ഒരുപാട് അധ്വാനിച്ചു, നിനക്ക് നീ ഒരുപാട് കൂലി തന്നുവല്ലോ. എന്തൊക്കെയാണ് കൂലി? ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നത്തി ഖൈമ. സ്വർഗ്ഗത്തിൽ സത്യവിശ്വാസിക്ക് ഒരു കൂടാരമുണ്ട്, ഖൈമയുണ്ട്, ടെന്റുണ്ട്. എങ്ങനെയാണെന്നറിയോ? മിൻ ലുഅത്തിൻ വാഹിദ. ഒരൊറ്റ മുത്താണ്, അതിന്റെ ഉള്ളാണ്, അതിന്റെ ഉൾഭാഗമാണ് ഈ മുഅ്മിനിന്റെ ഖൈമ. മുജവ്വഫ, ഒരു ഹോളോ, ഉള്ള പൊള്ളയായ ഒരു മുച്ചാണത്. തൂലുഹാ ഫിസ്സമാഇ 60 മീലൻ. 60 മൈൽ ആകാശത്തേക്ക് ഉയരമുള്ള പ്രവിശാലമായ ഒരു മുത്ത് മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു വീടായി നൽകുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ. സ്വർഗ്ഗത്തിൽ ചില വീടുകളുണ്ട്. ബാരിക് വസല്ലിം അലൈഹി. എത്രയോ സജ്ജനങ്ങൾക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിലെ വീടുകൾ ഒരുങ്ങിയിരിക്കുകയാണ്. അതിൽപ്പെട്ട മഹാനാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ദുനിയാവിൽ ജീവിച്ചിരിക്കെ തന്നെ സ്വർഗ്ഗം കിട്ടിയവരാണ്. എന്തുകൊണ്ട് കിട്ടി? മിഅ്റാജിന് വേണ്ടി പോയപ്പോ നബി തങ്ങൾ പറഞ്ഞു ദഖലൽ ജന്ന. നബി തങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുന്ന് കണ്ടത്, കേട്ടത് ഹബീബ് പറയുന്നുണ്ട്, സമീഅതു ഖശ്ബതൻ ഫിൽ ജന്ന. എന്റെ മുമ്പിലൂടെ ഒരാൾ നടന്നു പോകുന്ന ശബ്ദം കേൾക്കുന്നു. ഞാൻ ചോദിച്ചു, മൻ ഹാദാ? ആരാണ് ഈ സ്വർഗ്ഗലോകത്ത് നടക്കുന്നത്? ഫഖീല, എന്നോട് പറയപ്പെട്ടു, ഹാദാ ബിലാൽ. ഇത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് നബിയേ. ബിലാൽ എന്നവരെന്ന മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട്. മിഅ്റാജിന് ഞങ്ങൾ പോയപ്പോ ബിലാൽ എന്നവരുടെ കാലച്ച സ്വർഗ്ഗത്തിൽ കേട്ടിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ ബിലാൽ എന്നവരെ സ്വർഗ്ഗത്തിൽ കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, ബിമാ സബഖത ഇലൽ ജന്ന. ബിലാലേ, എന്റെ മുമ്പേ നിങ്ങൾ സ്വർഗ്ഗത്തിലെത്താൻ കാരണം എന്തേ? ബിലാൽ, എന്താണ് നിങ്ങൾ ചെയ്തത്? എന്താണ് ബിലാലേ നിങ്ങൾ സ്വർഗ്ഗം കിട്ടാൻ കാരണമായ അമൽ ചെയ്തത്? പ്രത്യേകം മനസ്സിലാക്കുക. 4 വിഷയം നമ്മൾ മനസ്സിലാക്കി. 1, ഭക്ഷണം കൊടുക്കുക. 2, സംസാരം സൗമ്യമായി സംസാരിക്കുക. 3, സുന്നത്ത് നോമ്പെടുക്കുക. അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ഒരു മാസത്തിലെ 3 ദിവസം 13, 14, 15 ഓൾട്ടർനേറ്റീവ് ആയിട്ട് നോമ്പെടുത്തിരുന്നു. ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേന്ന് നോമ്പില്ല. അതിന്റെ ശേഷം നോമ്പെടുക്കും, പിറ്റേന്ന് നോമ്പില്ല. ഇങ്ങനെ സുന്നത്ത് നോമ്പ്. റമദാൻ മാസത്തിലല്ലേ സുന്നത്ത് നോമ്പെടുക്കുന്ന. അങ്ങനെയാണ് നിരന്തരം എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം എടുക്കുക, പിറ്റേന്ന് നോമ്പില്ല, പിറ്റേന്നുണ്ട്, പിറ്റേന്നില്ല. അങ്ങനെ ഒന്നിടവിട്ട് നോമ്പെടുക്കുക. അത് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാണ്. അത് നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തേത്. 4-ാമത്തേത് ജനങ്ങളൊക്കെ കടന്നുറങ്ങിയപ്പോ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചു. പാതിരാത്രിയിൽ തന്റെ സൃഷ്ടാവുമായി ബന്ധിച്ചു. അള്ളാഹുമായി സംസാരിക്കാൻ, അള്ളാഹുമായി മനസ്സ് കൊടുത്ത് റബ്ബിന്റെ മുമ്പിൽ തലചായ്ക്കാൻ സമയം കണ്ടെത്തിയവർ, അവർക്ക് സ്വർഗമുണ്ട്. ഇനി ബിലാൽ തങ്ങൾ ചെയ്ത കാര്യം നോക്കണം. ബിലാൽ തങ്ങളോട് ചോദിച്ചു, ബിമാ സബഖത ഇലൽ ജന്ന. ബിലാലേ, നിങ്ങൾ എന്താ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഇങ്ങനെ പോവാൻ കാരണം? അപ്പൊ പറഞ്ഞു, മാ അമലു മിൻ അമലിൻ സാലിഹിൻ ഗൈറ അന്നി യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ ഒരു പ്രത്യേകമായ കാര്യമൊന്നും എമ്പാടും ചെയ്യുന്നവരല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, മാ തവല്ല വുദൂഅൻ ഇല്ലാ സ്വല്ലൈതു ബിഹി റക്അതൈൻ. എപ്പോഴും വുദൂ മുറിഞ്ഞാലും ഉടനെ ചെന്ന് ഞാൻ വുദൂ എടുക്കും നബിയേ. അതിന്റെ ഒരു സ്വഭാവമാണ്, എനിക്കത് ഇഷ്ടമാണ്. വുദൂ ചെയ്തു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള അത്ര ഞാൻ സുന്നത്ത് നിസ്കരിക്കാറുണ്ട് നബിയേ. ഇതാണ് ഞാൻ ചെയ്യുന്ന പ്രത്യേക കാര്യമെന്ന് പറഞ്ഞപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, ബിലാലെ, നിങ്ങൾക്ക് ആ സ്വർഗം കിട്ടാനുള്ള കാരണം നിങ്ങളുടെ ഈ അമലാണ്. നിലനിർത്തി കൊണ്ടുപോവണേ. വുദൂ മുറിയുമ്പോഴേക്കും വുദൂ എടുത്തു. വുദൂ എടുത്താൽ പള്ളികളൊക്കെ ഇഷ്ടം പോലില്ലേ നമ്മുടെ നാടുകളിൽ? 2 റക്അത്ത് ഏത് സമയം നിസ്കരിക്കാം. നിസ്കാരം കറാഹത്തുള്ള നേരത്ത് പോലും വുദൂ ചെയ്തിട്ടുള്ള നിസ്കാരം പറ്റും. ഖബലിയായ ഒരു സബബുള്ള നിസ്കരിക്കാം. പള്ളിക്ക് 2 റക്അത്ത് നിസ്കരിച്ചു. മാഷാ അല്ലാഹ്, എന്തൊരു ഭാഗ്യം. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും നിസ്കരിച്ചൂടെ? ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഇപ്പൊ വുദൂ ഉള്ള ആളുകളൊന്ന് കൈപൊക്കിയാട്ടെ. ഇപ്പൊ വുദൂ ഉണ്ട്, മുറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുള്ളവര് അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്ന് മുറിഞ്ഞ അപ്പൊ വുദൂ എടുക്കുക. നമ്മൾ എപ്പോഴാ മരിക്കാന്നറിയോ? ഈ റോഡിലൂടെ പോകുന്ന കണ്ടില്ല വാഹനങ്ങളൊക്കെ, എപ്പോഴാ ദേഹത്ത് കുളത്ത് വലിച്ചു പോവാ, എപ്പോഴാ വന്ന് ഇടിക്കുക, ഒന്നും അറിയില്ലല്ലോ. യാത്രയിലല്ലേ നമ്മൾ. മരിക്കുന്ന നേരത്ത് വുദൂ ഉണ്ടായ എന്തൊരു ഭാഗ്യാണ്.
വുളു മുറിഞ്ഞാ വുളു എടുക്കുക. ഇതിനൊക്കെ ബാത്റൂം സൗകര്യമില്ലേ? മുമ്പത്തെ പോലെ കിണർന്ന് വെള്ളം മുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. വാട്ടർ ടാപ്പുകളല്ലേ നമ്മുടെ വീട്ടിലൊക്കെ. അത് ചില്ലറ നിഅമത്താ. മുമ്പൊക്കെ ഏത് രാത്രിയാണെങ്കിലും കിണറ്റിൽ പോയി മുക്കിയെടുക്കണ്ടേ, കോരിയെടുക്കണ്ടേ? കണ്ടോ എവിടെയാ മോട്ടോർ പൈപ്പ് ഇല്ലാത്തത്? ഒന്ന് തിരിച്ച പോരെ വുളു എടുക്കാൻ. കയ്യും കാലം നനയുന്നില്ലല്ലോ, വുളുവിന്റെ വെള്ളല്ലേ. പറഞ്ഞിട്ടുണ്ട്, എനിക്കെന്റെ സഹോദരന്മാരെ കാണാൻ കൊതിയാവുന്നു എന്ന്. അവർ ചോദിച്ചു, നബിയെ, ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ? നിങ്ങളല്ല, ഇനിയും വന്നിട്ടില്ലാത്തവർ, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കാൻ പോകുന്നവരെ, അവരെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. അവർ ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് അവരെ തിരിച്ചറിയുക? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു തരിൻ. കുറെ കറുത്ത കുതിരകൾ നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ കൈകാലുകൾക്ക് വെളുപ്പ് നിറമുള്ള കുതിരകളെ, ആയിരക്കണക്കിന് കുതിരകൾക്കിടയിൽ അതിന്റെ ഉടമസ്ഥന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പോലെ കോടാനുകോടി മനുഷ്യരുടെ ഇടയിൽ എന്റെ സത്യവിശ്വാസികൾ, എന്നെ കാണാതെ എന്നെ വിശ്വസിച്ചവർ, എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയവർ, ഞാൻ പറഞ്ഞ പോലെ ജീവിച്ചവർ, അവർ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ വുളൂഇന്റെ വെള്ളം കൊണ്ട് കൈകാലുകൾ വെളുത്തവരായിരിക്കും. വുളൂഇന്റെ അടയാളം കണ്ട് ഞാൻ അവരെ തിരിച്ചറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുളൂഇന്റെ അടയാളം കൊണ്ട് ഞാൻ അവരെ തിരിച്ചറിയും. വുളു എടുത്തവരുടെ മുഖത്തും കൈകാലുകളിലും വുളൂഇന്റെ വെള്ളം ചേരുന്നിടത്ത് പ്രകാശമുണ്ടായിരിക്കും എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ തങ്ങൾ പറയാ, നബിയെ, ഞാൻ സ്വർഗത്തിലേക്ക് എത്തിയതിന്റെ കാരണം അതിന് മാത്രം വലിയൊരു അമലൊന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ വുളു മുറിഞ്ഞാൽ വുളു എടുക്കും. വുളു എടുത്താൽ 2 റക്അത്തെങ്കിലും ഞാൻ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കും നബിയെ. മുത്തുനബി തന്നെ പറയട്ടെ, സ്വർഗത്തിൽ ഒരു വീട് ദുനിയാവിൽ ജീവിച്ചിരിക്കെ തന്നെ സ്വർഗത്തിൽ വീട് വാങ്ങിയ മറ്റൊരു മഹാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വറഅയ്തു ഖസ്റാ, ഞാനൊരു കൊട്ടാരം കണ്ടു. ബിഫിനാഇഹി ജാരിയ, ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ട്. ഞാൻ ചോദിച്ചു, ലിമൻ ഹാദാ, ആരുടെ വീടാണിത്? ആർക്കാണ് ഈ കൊട്ടാരം? ഫഖാലു, അവർ പറഞ്ഞു, ലി ഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഉമർ ഇബ്നുൽ ഖത്താബിനുള്ളതാണ് റളിയല്ലാഹു തആല അൻഹു. നിബിധങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഉമറേ, ആ കൊട്ടാരത്തിന്റെ മനോഹാരിത കണ്ടപ്പോൾ അതിന്റെ അകത്തേക്കൊന്ന് ചെന്ന് വാതിലൊന്ന് തുറന്ന് ആ വീടൊന്ന് കാണാൻ എനിക്ക് കൊതിയായി പോയി. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു, ഉമറേ, നിങ്ങളുടെ വീട്ടുകാർ മറ്റാരും നിങ്ങളുടെ വീട്ടുകാരെ കാണുന്നതോ നിങ്ങളുടെ സ്വകാര്യമില്ലാത്ത ആളല്ലേ നിങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഉമറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ പോയില്ല ഉമറേ. ഇത് പറഞ്ഞപ്പോഴാണ് മുത്തുനബിയെ, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുമോ നബിയെ? അങ്ങയോട് എനിക്ക് വെറുപ്പ് തോന്നുമായിരുന്നോ നബിയെ? ഒന്ന് പോയി നോക്കിക്കൂടായിരുന്നു നബിയെ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾക്ക് വീടുണ്ട് അവിടെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വീടുണ്ട്. കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുമ്പോൾ ഒരു കാലൊച്ച ഞാൻ കേട്ടു. അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന റുമൈസാ ബീവിയായിരുന്നു അത്. റുമൈസാ ബീവിയെ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണത്. ആ മഹദിയെ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്നറിയോ? വല്ലാത്ത ക്ഷമിച്ച ഉമ്മയാണത്. മോൻ മരിച്ച ആ ദിവസം മോന്റെ മരണവാർത്ത ഭർത്താവിനെ അറിയിക്കാതെ ആ രാത്രിയിൽ എല്ലാ സന്തോഷവും ഭർത്താവിന് കൊടുത്തതിന്റെ ശേഷം പിന്നെ നമുക്കൊരാൾ വായ്പ തന്ന് തിരിച്ചു വെച്ചാൽ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് വർത്തമാനം തുടങ്ങി വെച്ചു. അള്ളാഹു നമുക്ക് തന്ന മോനെ അള്ളാഹു കൊണ്ടുപോയിരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറി വന്നപ്പോഴേ മോൻ മരിച്ചു കിടക്കുക, തുണിയിൽ പുതഞ്ഞു കിടത്തിയിരിക്കുകയാണ്. മോൻ എവിടെയെന്ന് ചോദിച്ചു. മോനിപ്പോ വളരെ ശാന്തനാണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ, എന്തിനാ ശാന്തനായ കുഞ്ഞിനെ നിങ്ങൾ ഉണർത്തുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പോയില്ല. ഭക്ഷണം കഴിച്ചു, രാത്രി ഒരുമിച്ച് കിടന്നു. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, പിന്നെ അള്ളാഹു കൊണ്ടുപോയിരിക്കുന്നു കേട്ടോ എന്ന്. സ്വന്തം ഭർത്താവിന് അത്രയും വലിയ സന്തോഷം കൊടുത്ത ഒരു മഹദിക്ക് സ്വർഗം കൊടുത്തു അള്ളാഹു സുബ്ഹാനഹു വ തആല. വലിയ ക്ഷമിച്ച മഹദിയാണ്. എന്താണ് ആ ക്ഷമയൊക്കെ? ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് മരിച്ചാൽ ഒരു പെണ്ണിന് അങ്ങനെ തന്റെ ഭർത്താവിനോട് പെരുമാറാൻ കഴിയോ? ഭർത്താവ് വന്നോ ഇല്ലേ, ഭക്ഷണം കഴിച്ചോ ഇല്ലേ, ആര് ശ്രദ്ധിക്കാറുണ്ട് അന്നത്തെ ദിവസം?
പക്ഷേ ഈ മഹദി അത് ചെയ്തില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഒരു വെറുപ്പും തോന്നാത്ത വിധം തന്റെ കുഞ്ഞു മരണപ്പെട്ട അന്ന് പോലും സർവമാന കാര്യങ്ങളും ചെയ്തു കൊടുത്തൊരു മഹദിയാണ്. റഅയ്തു, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ചെന്നപ്പോൾ, സമയത്തു ഖശ്വതൻ ബൈന യദയ്യ, എന്റെ തൊട്ടു മുമ്പിൽ ഒരു കാലച്ചു കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണിത്? അപ്പോൾ മറുപടി വന്നു, ഫൈദാ ഹിയ റുമൈസാ ഇംറഅതി അബീ തുൽഹ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണത്. റുമൈസാ ബീവിയാണ് അത്. മഹദിമാരെ, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മഹദിമാർ വേറെയുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വരുന്നുണ്ട് നബിയേ, ഒരു ഭക്ഷണപാത്രവുമായി. അതിൽ അങ്ങേക്ക് കുറച്ച് ഭക്ഷണമുണ്ട്, കുറച്ച് പാനീയമുണ്ട്, കറിയുമുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയാൽ ഫഖറ അലൈഹി അസ്സലാം മിൻ റബ്ബിഹാ, അല്ലാഹു ഖദീജ ബീവിയോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കണേ നബിയേ. വമിന്നി, ഞാൻ ജിബ്രീലും അവരോട് സലാം പറഞ്ഞു എന്ന് പറയണേ. വബശ്ശിർഹാ ബിബൈതിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ നസഹബ ഫീഹാ വലാ നസബ്. നബിയേ, ഖദീജ ബീവിക്ക് മനോഹരമായ ഒരു വീട് അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് ബീവിയോട് പറഞ്ഞു കൊടുക്കണേ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് നബിക്ക് ഭക്ഷണവുമായി കടന്നു വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തത് വളരെ സ്വഹീഹായ ഹദീസ് അല്ലേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന മഹദിക്ക് സ്വർഗ്ഗം അല്ലാഹു നൽകി. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ആ പുണ്യ മഹദിയല്ലേ നബിയോട് പറഞ്ഞത്? ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ, നബിയേ, ഇന്നക ലതസിലുർ റഹിം വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ. നബിയേ, അല്ലാഹു നിങ്ങളെ കൈവടിയില്ല. നബിയേ, അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല. നിങ്ങളല്ലയോ പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ, നിങ്ങളല്ലയോ കുടുംബബന്ധം പുലർത്തുന്നവർ, നിങ്ങളല്ലേ പാവപ്പെട്ടവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവർ, വിപത്തുകൾ ഉണ്ടായാൽ സഹായത്തിനോട് ചൊല്ലുന്ന നിങ്ങളല്ലേ? ഒരു ചാരിറ്റി പ്രവർത്തകന്റെ എല്ലാ ഗുണവും അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ആ ഗുണങ്ങൾ എടുത്തുകൊണ്ട് ഖദീജ ബീവി പറഞ്ഞത്, നബിയേ, മുഹമ്മദ് നബിയേ, എന്റെ ഭർത്താവേ, അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല. ഹബീബിന്റെ കൂടെ അത്രക്ക് കൂടെ നിന്ന മഹദിയെ അല്ലാഹു സ്വർഗ്ഗത്തിലെ വീട് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഖദീജ ബീവിക്ക് സ്വർഗം കിട്ടിയിട്ടുണ്ട്, റുമൈസാ ബീവിക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഫിർഔനിന്റെ പെൺകുട്ടികൾക്ക്, ഫിർഔനിന്റെ പെൺമക്കൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്ന ഒരു മഹദിയുണ്ട്, മാഷിഖത്തു ബിൻത് ഫിർഔൻ എന്നറിയപ്പെടുന്ന ഒരു മഹദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വേദനാജനകമായ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട മക്കളെ, ഓരോ മക്കളെയും തിളച്ച വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഫറോവ ഈ മഹദിയെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഫറോവയുടെ പെൺകുട്ടി ആശി ബീവിയുടെ മക്കളല്ല, മറ്റു ഭാര്യയിൽ നിന്നുണ്ടായ ഫറോവയുടെ പെൺകുട്ടികൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്ന പെണ്ണാണ്. അവരുടെ പേര് വ്യക്തമല്ല, പക്ഷേ മാഷിഖത്തു ബിൻത് ഫിർഔൻ, ഫിർഔനിന്റെ പെണ്ണിന് മുടി ചീകി കൊടുത്തവൾ എന്നറിയപ്പെടുന്ന മഹദി. ആ ചീർപ്പ് കയ്യിൽ നിന്ന് വീണപ്പോഴാണ് ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ. ഫറോവയുടെ പെണ്ണ് ചോദിച്ചു, മകള് ചോദിച്ചു, എന്റെ വാപ്പയല്ലാതെ റബ്ബ് നിങ്ങൾക്കുണ്ടോ? ഉണ്ട് മോളെ, നിന്റെ വാപ്പയെയും ഈ ലോകത്തെയും പടച്ച അല്ലാഹു, ആ റബ്ബിനെ പരിചയപ്പെടുത്താനാ മൂസ നബി വന്നത്. ഞാൻ ആ നബിയിൽ വിശ്വസിച്ചു, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിൽ പിന്നെ പരീക്ഷണങ്ങളായി സ്വന്തം കുഞ്ഞുങ്ങളിൽ 3 മക്കളെ തിളച്ച വെള്ളത്തിലേക്ക് ഉമ്മയുടെ മുമ്പിൽ നിന്ന് വലിച്ചെറിഞ്ഞപ്പോഴും ഒരു സങ്കോചവുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വമൂസാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ മാഷിഖത്തു ബിൻത് ഫിർഔൻ, മാഷിഖ ബീവി റളിയല്ലാഹു അൻഹ അവസാനത്തെ ചെറിയ പൈതലിനെ വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക് വലിച്ചെറിയാൻ നിൽക്കുമ്പോ ഒരു ഉമ്മയുടെ മനസ്സിലാക്കാൻ ഇത് മതി എന്ന് വിചാരിച്ചു. മാഷിഖ ബീവി ഒരൽപ്പം ശങ്കിച്ചു നിന്നപ്പോഴാണ് ഉസ്ബുതി യാ ഉമ്മാ ഫഇന്നകി അലൽ ഹഖ്, ഉമ്മ കാലിടറല്ല ഉമ്മ, ഉറച്ചു നിൽക്കണേ ഉമ്മ, നിങ്ങൾ സത്യത്തിലാണ് എന്ന് തന്റെ കയ്യിലുള്ള സംസാര പ്രായമെത്താത്ത പിഞ്ചു പൈതൽ പറഞ്ഞപ്പോഴാണ് ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ ഉമ്മയും എടുത്തു ചാടി ഷഹാദത്ത് വരിച്ചത്. ആ പ്രിയപ്പെട്ട മഹദിയെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിൽ കണ്ടിട്ടുണ്ട്. ലമ്മാ ഉസ്രിയ ബി മർറത് ബി റായിഹത്തുൻ തയ്യിബ, ഞാൻ ഇസ്രാ മിഅ്റാജിന് പോയപ്പോ എന്റെ മുമ്പിലൂടെ വളരെ മനോഹരമായ സുഗന്ധം, നല്ല സുഗന്ധം, നല്ല രസമുള്ള ഒരു ഗന്ധം എന്റെ മുമ്പിലൂടെ പോയപ്പോ ഞാൻ ചോദിച്ചു, മാ ഹാദിഹി
ഹാദിഹി റായിഹ, ഈ സുഗന്ധം എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് മലാഖമാർ പറഞ്ഞത്, ഹാദിഹി മാശിതതു ബിൻത് ഫിർഔന വ ഔലാദിഹാ, ഫിർഔനിന്റെ മോൾക്കും അവരുടെ മക്കൾക്കും മുടിവാർന്നു കൊടുത്തിരുന്ന ഫറോവയുടെ കൊട്ടാരത്തിലെ വേലക്കാരിയായിരുന്ന മാഷിത്ത് ബീവിയുടെ ഗന്ധമാണ് നബിയെ നിങ്ങൾ അറിഞ്ഞതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മലാഖമാർ വിളിച്ചു പറഞ്ഞു. അല്ലാഹുവിന് വേണ്ടി പ്രയാസം സഹിച്ചവരാണവർ. അങ്ങനത്തെ മഹദിമാർക്ക് അല്ലാഹു ഈ ലോകത്ത് തന്നെ സ്വർഗം കൊടുത്തിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ സ്വർഗലോകത്ത് വീട് ഇപ്പോഴേ പണിതു വെക്കാനുള്ള 2 പ്രൊജക്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. 2 പ്രൊജക്ടുകൾ. സ്വർഗത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ വീട് വെച്ചു പോകാം. റെഡിയാണോ? ഇൻഷാ അല്ലാഹ് എന്ന് പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പരിശുദ്ധ ഹബീബ് തങ്ങൾ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്നഹ്. അല്ലാഹു ഒരാൾക്ക് ഭൂമിയിൽ ഒരു വീട് വെക്കാൻ അവസരം തന്നാൽ, വീട് പണിയൊക്കെ കഴിഞ്ഞു, റാഹത്തിലിരിക്കുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് വീണ്ടും സമ്പത്ത് തന്നു, അല്ലാഹുവിന് വേണ്ടി ഒരു വീട്, അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി